അപ്പോൾ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വീട്ടുവളപ്പിലാണ് കേട്ടോ. വീട്ടുവളപ്പിൽ എന്ന് പറഞ്ഞാൽ വീട്ടു തൊടിയിലാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ തലയ്ക്ക് മേലെ ഇപ്പോൾ ഒരു അടിപൊളി സീതാപ്പഴത്തിൻ്റെ മരത്തിൻ്റെ ചോട്ടിലാട്ടോ നിൽക്കണത്. കാരണം വെച്ചാൽ ഈ ഒരു വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ ഒരു സീതാപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് സീതാപ്പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എന്താ പറയുക, മൂത്തിട്ടില്ല സംഗതി. അപ്പോൾ മൂത്ത് കഴിഞ്ഞു വെച്ചാൽ ഇത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളെല്ലാ വർഷവും ഇത് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു, അപ്പോൾ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ളൊരു രീതിയിൽ വന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ പലരുടെയും നാട്ടിൽ സീതാപ്പഴത്തിന്, നമ്മുടെ നാട്ടിൽ സീതാപ്പഴം തന്നെ പറയുക, പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ രാമപ്പഴമെന്നോ വേറെ എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ, ഈ ഒരു വർഷം ഒരുപാട് രാമാപ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ സീതാപ്പഴം എന്നൊക്കെയാണ് പറയുക. പിന്നെന്താ വെച്ചാൽ രാമാപ്പഴം എന്നും പറയും, സീതാപ്പഴം എന്നും പറയും. സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെന്താ വെച്ചാൽ രാമാപ്പഴത്തിൻ്റെ സീതാപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കലുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് മെയിനായിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് സീതാപ്പഴത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ കായും കാര്യങ്ങളൊക്കെ നല്ല രസമാണല്ലേ കാണാൻ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷം നിങ്ങളെ ഒന്ന് കാണിച്ചെന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് പഴുത്തിട്ടില്ല കേട്ടോ. പഴുത്ത് കാണിച്ചാൽ ഇനിയും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരും. അപ്പോൾ എന്തായാലും പഴുക്കട്ടെ. എന്തായാലും ഇപ്പോൾ കുറച്ച് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോഴേക്കാണ് ഇത് പഴുക്കുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ എന്തൊരു വിഷമെന്ന് ചോദിച്ചാൽ കുരങ്ങന്മാരുടെ ശല്യം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരങ്ങന്മാരുടെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് തിന്നാൻ കിട്ടൂല. അപ്പോൾ അവരടിച്ചു പറ്റി പോവും. അപ്പോൾ എന്തായാലും അവരുടെ കണ്ണ് പെടാണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കും തടിക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കണത്. അപ്പോൾ പഴുത്താൽ പിന്നെ നമുക്ക് തന്നെ തിന്നൂടെ, വെറുതെ അവർക്ക് കൊടുക്കണത്. അപ്പോൾ എന്തായാലും കുറച്ച് 1-2 നമുക്ക് കിട്ടുന്നുണ്ടാവും, ബാക്കി അവർ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും അത് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ പൊട്ടിച്ച് വെറുതെ നാശാക്കി കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ടൈം എടുക്കും പഴുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു ജ്യൂസ് അടിച്ചാലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ജ്യൂസ് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ടേക്ക് വരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ.